കൊട്ടാരക്കരയുടെ മത്സര സാധ്യതകൾ മാറിയതിനു ശേഷം ഞാൻ തൃക്കാക്കരയ്ക്ക് തന്നെ ഞാൻ തീരുമാനിച്ചു. ജനങ്ങൾ തീരുമാനിച്ചാൽ തൃക്കാക്കരയിൽ UDF കോട്ട തകരുമെന്നാണ് NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർ പറയുന്നത്. തൃക്കാക്കര കൂടെ നിൽക്കുമെന്നാണ് തന്റെ പ്രതീക്ഷ. ഒരിക്കലും തന്നെ കൈവിടാത്ത മണ്ണാണ് തൃക്കാക്കര. കൊട്ടാരക്കരയിൽ മത്സരിക്കാനാണ് താൻ ആഗ്രഹിച്ചത്. രശ്മി എത്തിയതോടെ കൊട്ടാരക്കര വിട്ടുകൊടുത്ത് മറ്റെവിടെയും മത്സരിക്കുവാനും താൻ തയ്യാറാണെന്നും അഖിൽ മാരാർ പറഞ്ഞു. തൃക്കാക്കരയാണ് ഇപ്പോൾ തന്റെ നാട്. തനിക്ക് സ്വന്തമായൊരു വീടുണ്ടാകുന്നത് തൃക്കാക്കരയാണ്. കൊട്ടാരക്കരയിൽ നിന്നും തൃക്കാക്കരയിലേക്ക് മാറിയപ്പോൾ തന്നെ ചേർത്ത് പിടിച്ച നാടാണിത്. ഇനിയിപ്പോൾ തന്നാൽ കഴിയുന്നതെല്ലാം ഈ നാടിനു വേണ്ടി ചെയ്യുക എന്നതാണ് നിയോഗമെന്നും ഇദ്ദേഹം പറയുന്നു. വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അഖിൽ പറയുന്നുണ്ട്. ഒരു സാധാരണക്കാരൻ അവന്റെ മനസ്സിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിയമസഭയിലും അധികാരികളുടെ മുന്നിലും അവർക്ക് വേണ്ടി എത്തിക്കുവാനാണ് തന്റെ നീക്കമെന്നും അഖിൽ പറയുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് മനുഷ്യരുടെ വേദന കാണുന്ന സമയത്ത് നമുക്ക് ഇടപെടാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെല്ലുന്ന ഒരാളോട് ചോദിക്കുമ്പോൾ എടുത്തവായി വരുന്നത് നീ ആരുടെ ഇത് ചോദിക്കാനെന്നാണ്. അപ്പൊ നീ ആരെങ്കിലും ആയിട്ട് ചോദിച്ചാൽ മതി എന്നൊരു സമീപനം പലപ്പോഴും എല്ലാവരിൽ നിന്നും നമ്മൾ കേൾക്കേണ്ടി വരും. അങ്ങനെ പലർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലും അഖിൽ മാരാർ തൃക്കാക്കരയിൽ ജയിക്കുമോ ഇല്ലയോ? നിങ്ങളുടെ പ്രവചനങ്ങൾ കൂടി കമന്റ് ബോക്സിൽ കുറിക്കൂ.